നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. കർത്താവേ, നല്ല ഈ സന്ധ്യാസമയത്തിന് നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽക്കാലമെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങൾക്ക് വരാവുന്ന ആപത്തപകടങ്ങളെ, രോഗദുഃഖങ്ങളെ, കഷ്ടനഷ്ടങ്ങളെല്ലാം വിടുവിച്ച് കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് പ്രയോജനമായിട്ട് കടന്നു വന്ന് കർത്താവേ, അങ്ങയുടെ മുഖം അന്വേഷിപ്പാന്നൊക്കെ നേടി ഞങ്ങളെ സഹായിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവേ, ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളെല്ലാം കാത്തു പരിപാലിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവേ, നിന്റെ ചിതയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ദുഷ്ടൻ ഞങ്ങളെ തൊടാതെ വേണം നീ കാത്തു പരിപാലിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജുകളിലുമായിരുന്നു നീ കാത്തു പരിപാലിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. സ്തോത്രം. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. സങ്കീർത്തനക്കാരന്റെ ആ പ്രാർത്ഥന തന്നെ നമ്മുടെ പ്രാർത്ഥനയുമാകട്ടെ. ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കണം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. തുടർന്ന് കർത്താവിന്റെ ദാസൻ ബ്രദർ ജോയൽ ജോസഫ് ഒരു പാട്ടുപാടി കർത്താവിനെ മഹത്വീകരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബ്രദർ ജോയൽ ജോസഫ് will sing a song now. Praise the Lord. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അങ്ങയെങ്കിലും സ്നേഹത്തെക്കാൾ ലോകം നൽകിയും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെന്നും പോകില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകില്ല ഞാൻ, അങ്ങോടെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനേശുവിനാ ലോകരക്ഷകനേശുവിനാ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി, മോടമോടിയായി പൂർണ്ണമായി. നിത്യനാടത് എന്നെ ചേർക്കുവാൻ, നിത്യനാടത് എന്നെ ചേർക്കുവാൻ വേഗത്തെ അതിൽ വന്നിരുന്നേ, യേശുരാജനെ വന്നിരുന്നേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, സ്വർഗനാടതിൽ യേശുവിനെ, സത്യദൈവമായ യേശുവിനെ. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയെങ്കിലും സ്നേഹത്തെക്കാൾ ലോകം നൽകിയും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെന്നും പോകില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകില്ല ഞാൻ, അങ്ങേ ചേർന്നെന്നും ജീവിക്കുന്ന സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. Thank you. Praise Lord. Thank you, Brother Joel Joseph, for the beautiful song. നിത്യ സ്നേഹത്താൽ ദൈവം നമ്മയെ സ്നേഹിച്ചു. ഈ സ്നേഹം വിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ സാധ്യമല്ല. സ്തോത്രം. ഹാലലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന്
നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. ദൈവവചനം സ്തോത്രം അത് മാത്രമാണ് സ്തോത്രം ദൈവത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നത്. ഈ സന്ധ്യാസമയം നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം പഠിപ്പാൻ കർത്താവ് ബലപ്പെടുത്തി. ഈ രാത്രിയിലും കർത്താവ് ബലപ്പെടുത്തണം. ആത്മാവിൽ എഴുതപ്പെട്ട വചനം ആത്മാവിൽ കർത്തൃദാസൻ ശുശ്രൂഷിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരാത്മകളെ ദൈവം ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ധ്യാസമയം കർത്താവിന്റെ ദാസൻ ദൈവവചനം പഠിപ്പിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് കർത്തൃദാസനെ വഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പാട്ടുപാടിയ ജോലിനെ വഹിച്ചുകൊണ്ട് സ്തോത്രം തുടർന്ന് നമ്മൾ ദൈവസന്നിധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് പ്രാർത്ഥിച്ചാട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, ഈ പ്രയർ ലൈനിൽ കൂടി കർത്താവേ ഹല്ലേലൂയ ഈ രാത്രി സമയം അബ്ബാ പിതാവേ എന്ന് വിളിച്ചടുത്തു വരുവാൻ ഭൂമിയുടെ മുഖത്ത് ഞങ്ങൾക്കൊരു സാവകാശം കൂടി അപ്പച്ചാ നൽകി തന്ന കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, ഈ പ്രയർ ലൈനിൽ കൂടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം കർത്താവേ അപ്പച്ചൻ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഈ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ ദൈവമേ ആ പാട്ട് പാടിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. അവന്റെ ശബ്ദം അവന്റെ ഭാവി കർത്താവെ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം കർത്താവെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ വചനത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം കർത്താവേ ഹല്ലേലൂയ അതിന് കർത്താവേ ഹല്ലേലൂയ അതിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ തുറക്കണമേ കർത്താവേ. അവിടുത്തെ ദൈവദാസൻ കർത്താവേ അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിറവോട് കർത്താവേ ഞങ്ങളോട് ദൈവവചനം വിളിച്ച് ഘോഷിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ അതാ നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവേ ഹല്ലേലൂയ എൻ്റെ ദൈവമേ നൂറുമേനിയായി ഫലം കൊടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവർക്കും ഇടയാക്കണമേ. ഇതിന്റെ വെബ്സൈറ്റിൽ കൂടി യൂട്യൂബിൽ കൂടിയൊക്കെയും ഇത് വായിക്കുന്നവരെ കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരാത്മ ദേഹികളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും എല്ലാം കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്തോത്രകർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതോ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നും രാവിലെ 5 തൊട്ട് 6 വരെ ഈ പ്രയർ ലൈനിൽ പ്രാർത്ഥനയുണ്ട്. ആഗ്രഹമുള്ളവർ കടന്നു വന്നാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 തൊട്ട് 6 വരെ ഈ പ്രയർ ലൈനിൽ പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. തുടർന്ന് ദൈവവചനം പഠിപ്പിക്കാൻ നടക്കണം. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിനായി കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കർത്താവെ തുടർമാനമായും നമ്മുടെ മേൽ ചൊരിയേണ്ടതിനു വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നടക്കുന്നതായ ഓക്ലഹോമ പ്രയർ ലൈനിൽ കൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷ മണ്ഡലങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കുകയും കർത്തൃനാമ മഹത്വത്തിനാക്കി ഹല്ലേലൂയ വരും കാലങ്ങളിൽ തീർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സക്കറിയ പ്രവചനം 9-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും 9-ാം അധ്യായം വായിക്കണമെന്ന് ഞാൻ ദയവായി ഓർപ്പിക്കുന്നു. അനേക കാര്യങ്ങൾ 9-ാം അധ്യായത്തിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗമായി ചിന്തിപ്പാൻ കർത്താവ് ഇന്ന് മുതൽ നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരാൾ 9-ാം അധ്യായം വായിച്ച് സഹായിക്കണം. പ്രവാചകം യഹോവയുടെ അരുളപ്പാട് ഹദ്രാക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. ദമ്മശ്കേക്കിൽ അത് വന്നമരും. യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വയ്ക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും
ജ്ഞാനമേറിയ സോരിനും സീതോനും അങ്ങനെ തന്നെ. സോർ തനിക്ക് ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും വീതികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും. അവൾ ഇരയായി തീരുകയും ചെയ്യും. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിൽ ഒരു കൗലയുടെ ജാതി പാർക്കും. ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു ശേഷിപ്പായി തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെ പോലെയും എക്രോൻ ഒരു യെബൂസ്യനെ പോലെയുമാകും. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും വരുന്നു. ഞാൻ എഫ്രയേമിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞുപോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളമായിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രയേമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ, യവനദേശമേ, നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും. യഹോവ അവർക്കു മീതെ പ്രത്യക്ഷനാകും. അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിചകൊണ്ട് തവണക്കല്ല് ചവിട്ടിക്കളയുകയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും. അവർ അവന്റെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. അതിന് എത്ര സ്ത്രീത്വവും എത്ര മനോഹരവും ഉണ്ട്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം. വീണ്ടും അവിടുത്തെ വചനത്തിൽ കൂടെ പഠിക്കുവാനുള്ള ജ്ഞാനവും കൃപയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ അഭിഷേക ശക്തി ഞങ്ങളുടെ മേൽ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം അനുഭവിപ്പാൻ തക്കവണ്ണം ഈ വചന പഠനത്തിൽ കൂടെ ഇടയാക്കണമേ. അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ ജനമാകുന്ന ഞങ്ങൾ അങ്ങയാൽ അനുഗ്രഹം അനുഭവിപ്പാൻ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. സക്രിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ മുതൽ 14-ാം അധ്യായം വരെയുള്ള 6 അധ്യായങ്ങളുടെ പശ്ചാത്തല പഠനമാണ് ഇന്നലെ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നത്. 9-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യം നാം ചിന്തിച്ചത് 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവേ നിന്റെ അടുക്കൽ വരുന്നു.
അവർ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പേ ഹോസന്ന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്തെ യെരുശലേമിലേക്ക് ഹല്ലേലൂയ സ്തോത്രം വരുന്ന ആ വരവിനെയാണ് 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തല പഠനത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. BC 490-നും 480-നും ഇടയ്ക്ക് ആയിരിക്കണം 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ പ്രാവചനികമായി പ്രവചിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അതിന്റെ കാരണം ഹല്ലേലൂയ ഗ്രീക്ക് രാജ്യം മേദ്യപാർസ്യ സാമ്രാജ്യത്തെ BC 490-ൽ ഹല്ലേലൂയ സ്തോത്രം മാരത്തോൺ എന്ന സ്ഥലത്ത് വെച്ച് തോൽപ്പിക്കുകയും ഹല്ലേലൂയ സ്തോത്രം അതാണ് മാരത്തോൺ റേസ് ഒക്കെ ഇന്നലെ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അത് കഴിഞ്ഞതിനു ശേഷമായിരിക്കണം ഈ 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ പ്രവാചകൻ പരിശുദ്ധ-ആത്മാവിൽ പ്രവചിച്ചത്. അങ്ങനെയെങ്കിൽ 9-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ സക്കറിയ പ്രവാചകന് ഏതാണ്ട് 60 വയസ്സ് ഉണ്ടായിരിക്കണം. നന്നാ ചെറുപ്പത്തിൽ പ്രവചന ശുശ്രൂഷയിൽ പ്രവേശിച്ച പ്രവാചകൻ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അത് വ്യക്തമായി വെളിവാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ മധ്യവയസ്കൻ കഴിഞ്ഞു, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാർദ്ധക്യ സന്ദർഭത്തിലും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അദ്ദേഹം ഉപദേശമായും പ്രബോധനമായും പ്രവാചകമായും നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം നിലനിന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കണമെന്നും ഹല്ലേലൂയ സ്തോത്രം നിലനിന്നുള്ള ശുശ്രൂഷയിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഈ 9-ാം അധ്യായത്തിൽ 5 പ്രധാന കാര്യങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് എന്ന് നാം ഇന്നലെ ഓർക്കുകയുണ്ടായി. ആദ്യത്തെ 7 വാക്യങ്ങളിൽ 9 ജാതീയ രാജ്യങ്ങളെയും ഹല്ലേലൂയ ഗ്രീക്ക് രാജാവായിരുന്ന അലക്സാണ്ടറിനാൽ അവർക്കുണ്ടാകുവാൻ പോകുന്ന നാശത്തെയും ഗ്രീക്ക് സാമ്രാജ്യമായി മാറുന്നതിന് ഏതാണ്ട് 160-170 വർഷം മുമ്പേ സക്കറിയ പ്രവാചകൻ പ്രവചിക്കുന്നതാണ് ഇവിടെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 8-ാം വാക്യത്തിൽ ഹല്ലേലൂയ യെരുശലേമിനെ കർത്താവ് ആ സന്ദർഭത്തിൽ അത്ഭുതകരമായി രക്ഷിക്കുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 9-ാം വാക്യത്തിൽ നാം ചിന്തിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹോസന്ന സൺഡേയിലെ യെരുശലേമിലേക്ക് കടന്നു വരുന്ന എഴുന്നള്ളത്താണ് നാം കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് 13-14 വാക്യങ്ങളിൽ യവന സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായ സെലൂക്യരിലെ പരമദുഷ്ടനായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ഭരണവും ഒളിപ്പോര് നടത്തി യഹൂദന്മാർ അന്ത്യോക്യസ് എപ്പിഫാനസിനെ തോൽപ്പിക്കുകയും ദേവാലയം പിടിച്ചടക്കുകയും ചെയ്യുന്നത് പ്രാവചനികമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നാം അത് ചരിത്രപരമായും പ്രാവചനികമായും ചിന്തിക്കുന്നതായിരിക്കും. 15 മുതലുള്ളതായ വേദവാക്യങ്ങൾ 17 വരെയുള്ള വേദവാക്യങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയിൽ ഇനിയും നിറവേറേണ്ടതായിട്ടുള്ളതാണ്. നിറവേറിയതും നിറവേറുവാനുള്ളതുമായ പ്രവചന സൂക്തങ്ങളാണ് ഈ 9-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന അനേക പ്രവചനങ്ങൾ അക്ഷരീകമായി ചരിത്രത്തിൽ രേഖയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നത്? ഈ അധ്യായങ്ങളൊക്കെയും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ദൈവിക മർമ്മങ്ങളും ദൈവിക അരുളപ്പാടുകളുമാണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാം. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അതിന്റെ ആദ്യ ഭാഗം, 12-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം പ്രവാചകം യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ സ്തോത്രം. 12-ാം അധ്യായത്തിലും നമുക്കത് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകം യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ 2 അരുളപ്പാടുകളാണ് 9 മുതൽ 14 വരെയുള്ള 2-ാം സെക്ഷനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി, മാസ എന്ന എബ്രായ വാക്കാണ് പ്രവാചകം എന്ന് 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തെ കൊടുത്തിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ ബർഡൻ,
ഭാരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെയുള്ള ടെർമിനോളജി ഉള്ളിടത്തെല്ലാം ബേർഡൻ എന്നല്ല, ഇംഗ്ലീഷിൽ ബേർഡൻ എന്നാണ്, മലയാളത്തിൽ പ്രവാചകം എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചില റെഫറൻസ് പറഞ്ഞു. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഹബക്കൂബിന്റെ 1:1 ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഈ മാസ എന്ന പ്രവചന ദൂതിൽ കൂടെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ മലയാളത്തിൽ പ്രവാചകം, അല്ലെങ്കിൽ യഥാർത്ഥ ഭാഷയിൽ പറഞ്ഞാൽ, യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ പറഞ്ഞാൽ യഹോവയുടെ ഭാരം എന്നാണ് ഇതിനെ, ഈ പ്രവാചകം എന്നതിനെ തലക്കെട്ട് കൊടുക്കേണ്ടത്. മാസ അഥവാ ദ ബർഡൻ ഓഫ് ദ ലോർഡ് ജഹോവ. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ഈ 9-12 അധ്യായങ്ങൾ യഹോവയുടെ ഭാരമായി മാറുവാൻ കഴിഞ്ഞത്? ഞാൻ മുമ്പേ ഉപദേശിച്ചതായ റെഫറൻസ് പറഞ്ഞിട്ടുള്ളതായ വേദഭാഗങ്ങളിലും നമുക്കിത് കാണുവാൻ സാധിക്കും. മറ്റനേക വേദഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. ചിലത് ഞാൻ പിക്ക് ചെയ്ത് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ബാബേലിന്റെ നാശത്തെ പറ്റിയാണ് പ്രവാചകമായി, ഭാരമായി, ദൈവത്തിന്റെ ഭാരമായി പറയുന്നത്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം ഭാരമായി പറയുന്നത് മോവാബിന്റെ നാശത്തെ പറ്റിയാണ്. 17-ാം അധ്യായത്തിന്റെ യെശയ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യഹോവ ഭാരമായി പറയുന്നത് ദമ്മേശക് അഥവാ ഡെമസ്കോസിന്റെ ഭാരം, ആ നാശത്തെ പറ്റിയാണ്. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മിസ്രയീം അഥവാ ഈജിപ്തിന്റെ വരുവാൻ പോകുന്ന നാശത്തെ പറ്റിയാണ് യഹോവ ഭാരമായി പറയുന്നത്. യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യങ്ങളിലും ഭാരം, മാസ, ബേർഡൻ ആയി നാം വായിക്കുന്നത് യഹൂദയുടെ നാശത്തെ പറ്റിയാണ്. യെശയ്യാ പ്രവചനം 22-1 ഹബക്കൂബിന്റെ 1-ാം അധ്യായത്തിലും നമുക്ക് അത് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഹല്ലേലൂയ ഈ നാശങ്ങളൊക്കെ പറയുമ്പോൾ ബേർഡൻ അഥവാ മലയാളത്തിൽ പ്രവാചകം എന്ന് പറയുന്നെങ്കിലും മാസ എന്ന് പറയുവാൻ തക്കവണ്ണം കാരണം ഒരു സത്യം ഇവിടെ വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സോടുകൂടെയല്ല ദൈവം മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത്. ആരും നശിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, എല്ലാ മനുഷ്യരും നന്നായി ജീവിക്കണം, ആരും നശിച്ചു പോകരുതേ എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളതാണ് ഈ ബേർഡൻ എന്നുള്ളതായ വാക്കിൽ നിന്നും, മാസ എന്നുള്ള വാക്കിൽ നിന്നും നാം മനസ്സിലാകണം. അത് മോവാബ്യരാണെങ്കിലും, അത് ഈജിപ്ഷ്യരാണെങ്കിലും, അത് ബാബിലോണ്യരാണെങ്കിലും, അത് ദമ്മേശക്കാണ് എങ്കിലും, ആരാണെങ്കിലും തന്നെ, യഹൂദരാണെങ്കിലും ആരും നശിച്ചു പോകുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ദൈവം അനുതപിച്ചു, ദുഃഖിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിനെ തീരെ വയ്യാതെ വരുന്നതായ സന്ദർഭത്തിൽ, മറ്റ് യാതൊരു അവസ്ഥയും ഇല്ലാതെ വരുന്ന സന്ദർഭത്തിലാണ് മനുഷ്യപുത്രന്മാരെ ദൈവം ശിക്ഷിക്കുകയും നിത്യ ന്യായവിധിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നത്. എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരമാണ് ദൈവ മക്കൾക്കും അതുപോലെ തന്നെ ലോകക്കാർക്കും ഈ വലിയ രക്ഷയിലേക്ക് വരുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ ഈ അവസരങ്ങളൊക്കെ പാഴാക്കി വീണ്ടും ലോകത്തിന്റെ പിന്നാലെ, ലിറ്ററലി യഥാർത്ഥമായി പറയുമ്പോൾ സാത്താന്റെ പിന്നാലെ, ദൈവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ സാത്താന്റെ പിന്നാലെയാണ്. സാത്താന്റെ പിന്നാലെ ഓടി ദൈവത്തിന്റെ ഒരു ശത്രുവായി മാറി
ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ആരും ശത്രുക്കളായതുകൊണ്ട് ദൈവത്തെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ആത്മാവാകുന്ന ദൈവത്തെ ഒരുത്തർക്ക് ഇതുവരെയും ഒന്നും ചെയ്യാൻ ഒക്കത്തുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യാൻ ഒക്കത്തുമില്ല. ഹല്ലേലൂയ. എന്നാൽ ലിറ്ററലി ദൈവത്തെ പള്ളും ഇതൊക്കെ പറഞ്ഞ് ദൈവത്തിന് ദുഃഖമായി മാറി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നാശപുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് ആ വ്യക്തിയെ നശിപ്പിക്കുവാനല്ലാതെ വേറൊരു വഴിയുമില്ല. മാനസാന്തരത്തിന് അനേക അവസരങ്ങൾ ലഭിച്ചിട്ടും മാനസാന്തരപ്പെടാതെ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പിന്നെ തള്ളിക്കളയുന്ന അവസരമാണ്. അങ്ങനെ തള്ളിക്കളയുന്ന അവസരത്തിലും ഹല്ലേലൂയ ഈവൻ അവസാന മോമെന്റിലും ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടെ നിത്യശിക്ഷയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് അതൊരു ബേർഡനാണ്, അതൊരു മാസയാണ്, അതൊരു ഭാരമാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഹല്ലേലൂയ ബേർഡൻ അഥവാ മാസ എന്ന് എബ്രായ ഭാഷയിൽ കാണുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ഇതിൽ എഴുതിയിരിക്കുന്ന അനേക ഭാരങ്ങൾ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ഇതിനകത്തു നിന്നും നാം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വേണം. ഹല്ലേലൂയ സ്തോത്രം. ഇതെന്താണ് ഒരു ഭാരമായി ഇങ്ങനെ കാണുന്നത്? എന്തോ ദൈവത്തിന്റെ ദുഃഖമാണല്ലോ ഇവിടെ വെളിവായി വരുന്നത് എന്ന് ഹല്ലേലൂയ യഥാർത്ഥമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഒറ്റ നോട്ടത്തിൽ ആദ്യത്തെ വാക്യത്തിന്റെ ആദ്യ വാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുകയാണ് ദൈവത്തിന് ഇത്ര ദുഃഖമുളവാക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധ ചെലുത്തുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ ഈ അധ്യായങ്ങളിൽ കേന്ദ്രീകരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തിന് ദുഃഖം വരുത്തുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് നാം തീരുമാനിക്കുന്നവരുമായിരിക്കണം. നമ്മെപ്പറ്റി ദൈവം ഒരു പ്രവാചകം പറഞ്ഞാൽ ഞാൻ നിന്നെപ്പറ്റി ദുഃഖിക്കുന്നു, നിന്നെപ്പറ്റി ഒരു ഒരു ബേർഡൻ ആയിട്ട് എനിക്കുണ്ട് എന്ന് ഹല്ലേലൂയ പറയുവാനിടയാകാതെ ഹല്ലേലൂയ സ്തോത്രം നിന്നെപ്പറ്റി ഞാൻ സന്തോഷിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം നിന്നെ ഞാൻ ആനന്ദിക്കുന്നു, നിന്റെ സ്തോത്ര സ്തുതികളിൽ ഞാൻ വസിക്കുന്നു എന്നൊക്കെ പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ഹൃദയത്തിന് കുളിർമ കൊടുക്കുന്നവരായി തീരുവാൻ നമ്മെ ഇന്ന് ഹല്ലേലൂയ രാത്രിയിൽ ആദ്യ സന്ദർഭത്തിൽ തന്നെ ഈ 9-ാം അധ്യായത്തിന്റെ പഠനത്തിൽ സമർപ്പിക്കാം. മാസ അഥവാ ബേർഡൻ, പ്രവാചകം എന്ന വാക്കിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാരംഭത്തിൽ തന്നെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം അങ്ങയുടെ നാമത്തിനെ മഹത്വമായി തീരുവാൻ, അങ്ങയ്ക്ക് ആനന്ദമായി തീരുവാൻ, ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ നാമം ഉയർത്തുന്ന ഒരു വ്യക്തിയായി തീരുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. എന്റെ ജീവിതം മുഖാന്തരമോ എന്റെ ചിന്ത മുഖാന്തരമോ എന്റെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്നിന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരു സ്വർഗീയ തീരുമാനത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. അത് ജാതികളായിരുന്നാലും അത് യഹൂദനായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം നാശത്തിലേക്ക് ഒഴുകി പോകുമ്പോൾ അത് ദൈവത്തിന് വലിയ ദുഃഖമുളവാക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതാണ് പ്രവാചകം എന്ന വാക്കിൽ നിന്നും നമുക്ക് ഇവിടെ 9-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ബേർഡൻ? പ്രവാചകം. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം 9 ജാതീയ സിറ്റികളെ പറ്റിയാണ് ആദ്യം പറയുന്നത്. പിന്നീട് യെരുശലേമിനെ പറ്റിയും ഒക്കെയാണ് താഴോട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ 9 ഹല്ലേലൂയ സ്തോത്രം സ്ഥലങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകനെ ഇങ്ങനെ ഒരു ദൂത യഹോവയായ ദൈവം കൊടുക്കുവാനുള്ള കാരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോയി ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രവാചകനെ ഇങ്ങനെ ഒരു ദൂത് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന 10-60 വയസ്സായ സന്ദർഭത്തിൽ ചെറുപ്പത്തിൽ 8 ദർശനങ്ങളിൽ കൂടെ വലിയ അരുളപ്പാടുകൾ യഹൂദയുടെ ആയിട്ടുള്ള ഉയർച്ചയെപ്പറ്റി വളരെ കൃത്യവും വ്യക്തവുമായി പ്രവാചകനെ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ലഭിച്ചതാണ്. പിന്നീട് 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഉപവാസങ്ങളെ ഒക്കെ ഉത്സവമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ നിത്യ പദ്ധതിയെപ്പറ്റി പ്രാവചനിക ദൂത് ലഭിച്ചു. ഇപ്പോൾ സംഗതിയാകെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
മേദ്യപാർസ്യ സാമ്രാജ്യമാണ് ഭരിക്കുന്നത് എങ്കിൽ തന്നെയും ഗ്രീക്കിൽ നിന്നും ഉള്ളതായ രാജാക്കന്മാർ ഹല്ലേലൂയ മേദ്യപാർസ്യർക്ക് അടിമപ്പെടാതെ അവരോട് യുദ്ധം ചെയ്യുകയും എപ്പോഴും തോക്കുകയായിരുന്നു. എന്നാൽ BC 490 മാരത്തോൺ എന്ന സ്ഥലത്ത് വെച്ച് ഇവരെ ജയിക്കുകയും ചെയ്തു. എന്നാലും സാമ്രാജ്യം നഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെയും ഇവരോട് കീഴടങ്ങാതെ ഈ ഗ്രീക്ക് രാജ്യം അതൊന്നൊരു സാമ്രാജ്യമായില്ല. അത് കഴിഞ്ഞൊരു 160-170 വർഷം കഴിഞ്ഞിട്ടാണ് ഗ്രീക്ക് മൂന്നാമത്തെ സാമ്രാജ്യമായി ഉയരുന്നത്. എന്നാൽ ഏതാണ്ട് അതിനൊരു 150 ഈ സാമ്രാജ്യമായി ഉയരുന്നതിന് BC 331 ഗ്രീക്ക് സാമ്രാജ്യമായത്. BC 490 മുതൽ തന്നെ ഏതാണ്ട് 160-170 വർഷം മുമ്പ് തന്നെ മേദ്യപാർസ്യ മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തോടെ ഹല്ലേലൂയ സ്തോത്രം ഇവർ മത്സരിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ഒരവസ്ഥയില് പ്രത്യേകിച്ച് മാരത്തോൺ എന്ന സ്ഥലത്ത് വെച്ച് ഇവർ അന്നത്തെ വലിയ ശക്തിയാകുന്ന മേദ്യപാർസ്യരെ തോപ്പിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് ഇനിയും സംഭവിക്കുവാൻ പോകുന്നത്? യഹൂദന്റെ ഗതി എന്താണ്? യഹൂദന് സംഭവിക്കുവാൻ പോകുന്നത് എന്താണ്? എന്റെ സ്വന്തം ജനത്തിന്റെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. ആലയപ്പണി കഴിഞ്ഞു, ആലയമൊക്കെ നന്നായി പണിതു, ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആലയത്തിന്റെ അവസ്ഥ എന്തായി തീരും? ഇനിയും നെബൂഖദ്നേസർ വന്നതുപോലെ ഹല്ലേലൂയ ഗ്രീക്കിൽ നിന്നും പശ്ചിമ ഭാഗത്തു നിന്നും വരുന്നതായ ഇവർ വന്ന ആലയത്തെ നശിപ്പിക്കുമോ? യഹൂദൻ വീണ്ടും പീഡനത്തിൽ കൂടെ കടന്നു പോകുമോ? അവൻ അടിമയായി തീരുമോ? ഇങ്ങനെയുള്ളതായ വലിയ വികാരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം വാർദ്ധക്യത്തോടെ അടുത്തുകൊണ്ടിരുന്നതായ സെക്കറിയാവിനെ ഉണ്ടായ സന്ദർഭത്തിൽ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തപ്പോൾ ദൈവം 9 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങൾ ദർശനമായിട്ടല്ല പ്രവാചകന് ലഭിച്ചതാണ്. 9 മുതൽ 14 വരെയുള്ള അധ്യായം നാം ദൈവവചനത്തിലെ പ്രവചന സൂക്തങ്ങൾ ഏതു തന്നെ പഠിച്ചാലും വലിയ പ്രവാചകന്മാരുടെയോ ചെറിയ പ്രവാചകന്മാരുടെയോ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് പ്രവചനങ്ങൾ ദൈവം അരുളപ്പാടായി നൽകുന്നത് ഹല്ലേലൂയ സ്തോത്രം ഓരോ പ്രശ്നങ്ങളുടെ സന്ദർഭങ്ങളിൽ ദൈവസന്നിധിയിൽ അവർ ജാഗരിച്ചിരുന്ന് വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കരയുമ്പോഴാണ് ദൈവം അരുളപ്പാട് കൊടുക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഹല്ലേലൂയ സ്തോത്രം? ഒന്നാമതായി നാം ദൈവത്തിനെ ഇന്ന് രാത്രിയിൽ ചിന്തിച്ച ഒന്നാമത്തെ കാര്യം, നാം നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവിന് ഒരിക്കലും ഒരു ബേർഡൻ, ഒരു ദുഃഖം ഉളവാക്കുന്നതൊന്നും ഉണ്ടാകരുതേ. ഒരു ഭാരമായി ഒരു ദൂരെ കർത്താവിൽ നിന്ന് നമ്മൾ മുഖാന്തരം ഉണ്ടാകരുതേ. അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വർഗത്തിലെ നമ്മുടെ രക്ഷകന്റെ ഹൃദയത്തെ കുളിർമപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിനായി ഒരു സമർപ്പണമാണ് ഇന്ന് രാത്രിയിൽ ഒന്നാമതായി നാം എടുത്ത തീരുമാനം, ചിന്ത. ഹല്ലേലൂയ. രണ്ടാമതായി ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ദൂതുകൾ ലഭിക്കുന്നത് എങ്ങനെ? സ്വർഗം അരുളപ്പാടുകൾ നമുക്ക് ലഭിപ്പാൻ എങ്ങനെ സഹായകരമായി തീരും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുമ്പോൾ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കാത്തിരിക്കുമ്പോഴാണ് ദൈവം ദർശനങ്ങൾ, വെളിപ്പാടുകൾ, അരുളപ്പാടുകൾ, ആലോചനകൾ വചനത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ, ഹല്ലേലൂയ പ്രവാചകന്മാരിൽ കൂടെ ഒക്കെ നമുക്ക് നൽകുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നാം ഓർത്തിരിക്കണം. വിഷയങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ പരിഹസിക്കുകയോ പാപികളോട് കൂടി ദൈവത്തോട് മറുതലിക്കുകയോ ചെയ്യുകയല്ല. പ്രത്യുത വിഷയങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ കരയുകയും ദൈവസന്നിധിയിൽ എളിമപ്പെടുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് നമ്മുടെ ആണെങ്കിലും വേറൊരാളുടെ വിഷയമാണെങ്കിലും, ഇപ്പോൾ സെക്കറിയാവ് വാർദ്ധക്യമാകാൻ പോകുകയാണ്. തനിക്ക് തൻ്റെതായിട്ടുള്ളതായ രീതിയിൽ വേണമെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ ജീവിതം നല്ല സുഭാഷായിട്ട് അങ്ങ് മുമ്പോട്ട് പോകും. എന്നാൽ അതേ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ ജനത്തിന്റെ അവസ്ഥ എന്താണ്? ആകയാൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയോ നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെയോ മാത്രമല്ല,
അത് നാം ഒന്നാമതായി പ്രാർത്ഥിക്കണം. എന്നാൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരുടെ, ദേശത്തുള്ളവരുടെ, നമുക്കറിയാവുന്നവരുടെ, രാജ്യങ്ങളുടെ വിഷയങ്ങൾ, കർത്താവേ ഇന്ന വിഷയങ്ങൾക്ക് ഏറെ ഇടിവിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും അറിയണമെന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളെ പറ്റി ദൈവം നമുക്ക് അരുളപ്പാടുകൾ നൽകുകയും അങ്ങനെ സ്വർഗീയമായ അരുളപ്പാടുകൾ പ്രാപിക്കുന്ന വ്യക്തികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കുകയും ചെയ്യും. അതിനായി ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, അതിനായി ഒരു സമർപ്പണം ഇന്ന് പകൽക്കാലം നമ്മുടെ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി 9-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ട് ആദ്യം 3 സ്ഥലങ്ങളെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. 1-ാം വാക്യത്തിലുള്ളതായ 9 ജാതീയ പട്ടണങ്ങളിൽ ഹാദ്രക്, ദമ്മേശക്, ഹല്ലേലൂയ, സ്തോത്രം, അതുപോലെ തന്നെ ഹമാത്ത്, ഈ 3 ദേശങ്ങളെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. 1-2 വാക്യങ്ങളിൽ നാം ചിന്തിക്കും. അതിനുശേഷം സോർ സീദോൻ, അതിനുശേഷം ഫെലസ്തീയ പട്ടണങ്ങളാകുന്ന 4 പട്ടണങ്ങൾ നാം ചിന്തിക്കുന്നതായിരിക്കും. ഒന്നാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് ഹാദ്രക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ദമ്മേശക്കിൽ അത് വന്നമരും. ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ദ ഹാദ്രക് വിൽ ബി അറ്റ് ഡെമസ്കോസ് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ. വന്നമരും എന്നുള്ളതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞതാണ്. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമതായി 2-ാം വാക്യത്തിൽ ഹല്ലേലൂയ, അതിനോട് തൊട്ടടുത്തിരിക്കുന്ന ഹമാത്തിനും, ഹല്ലേലൂയ, സ്തോത്രം, അതിനടുത്തുള്ളതായ 2 സിറ്റികളുടെ പേരും പറയുന്നുണ്ട്. സോർ സീദോൻ, ഹല്ലേലൂയ, സ്തോത്രം. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആദ്യം 5 പട്ടണങ്ങളെയാണ് പറയുന്നത്. അതിൽ നിന്നും 3 എണ്ണം നാം എടുത്തിട്ട് ബാക്കി 2 എണ്ണം എടുത്ത് നാം എന്താണ് ഇവിടെ ഈ പറയുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുവാൻ പോകുന്നത്, ഇത് സംഭവിച്ചോ ഇല്ലയോ എന്നൊക്കെയും നമുക്ക് ചിന്തിക്കണം. ഹല്ലേലൂയ. ഒന്നാമതായി യഹോവയുടെ അരുളപ്പാട് ഹാദ്രക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. ഹാദ്രക് എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹാദ്രാക് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹാദ്രാക് എന്നുള്ളതായ ഈ സിറ്റിയെ പറ്റി, ഈ ദേശത്തെ പറ്റി ദൈവവചനത്തിൽ വേറൊരിടത്തും പറയുന്നില്ല. ഈ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മാത്രമേ ഹാദ്രാക് എന്നുള്ളതായ ഈ സിറ്റിയെ പറ്റി നാം കാണുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് ഹാദ്രാക് എന്ന പേര് ഇതിനെ ലഭിക്കുവാൻ തക്കവണ്ണം കാരണം ഹമാത്ത്, നാം 2-ാം വാക്യത്തിൽ കാണുന്ന ഹമാത്തിനെ പറ്റി നാം ചിന്തിക്കും. ഹമാത്തിലെ രാജാവാകുന്ന സ്രക്ക്, ഫൊയ്നീഷ്യൻ ദേശമാകുന്നതായ ഈ ദേശം പിടിച്ചടക്കിയിട്ട് ഈ ഫൊയ്നീഷ്യൻ ദേശത്തിന് തന്റെ പേരാകുന്ന സ്രക്കും തന്റെ ദേശമാകുന്ന ഹമാത്തും കൂടെ ചേർത്ത്, സ്രക്കും ഹമാത്തും കൂടെ ചേർത്ത് അന്നത്തെ ഭാഷയിൽ കൊടുത്ത പേരാണ് ഹാദ്രക് എന്ന പേര്. സ്രക്ക് രാജാവെ, ഹല്ലേലൂയ, ഹമാത്തിലെ രാജാവായിരുന്ന സ്രക്ക് രാജാവെ കൊടുത്ത പേരാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹാദ്രക് എന്ന വാക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഹാദ്രക് എന്നുള്ളതായ വാക്കിനെ ഹല്ലേലൂയ 2 ഘടകങ്ങളാണ് ഉള്ളത്. ഹാദ്, റഖ എന്നീ 2 വാക്കുകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, മൂർച്ചയുള്ള എന്നുള്ളതാണ്. റാക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നുള്ളതാണ്. ആകയാൽ ഹാദ്രാക് എന്ന വാക്കിനെ, എന്ന ദേശത്തുന്ന വാക്കിന്റെ അർത്ഥം മൂർച്ചയും അയവുമുള്ളത് എന്നുള്ളതാണ്. ഷാർപ്പ് ആൻഡ് സോഫ്റ്റ് എന്നുള്ളതാണ് ഹാദ്രാക് എന്ന് പറയുന്ന ഈ ദേശത്തിന്റെ അതായിട്ടുള്ള അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമുക്ക് ചില കാര്യങ്ങൾ അർത്ഥത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഹാദ്രാക് എന്ന ദേശത്തെ പറ്റി ചരിത്രപരമായി നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ മിഡിൽ ഈസ്റ്റിലെ ഹല്ലേലൂയ പേർഷ്യന്റെ മേദ്യ പാർശ്യ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഡിഫെൻസീവ് സെന്റർ ആയിരുന്നു
ഹാഡ്രക് എന്ന് പറയുന്നത്. ഹാഡ്രക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിഫൻസിന്റെ മേദ്യപാർശ്വ സാമ്രാജ്യത്തിലെ ഡിഫൻസിന്റെ ഒരു വലിയ ബേസ് ആയിരുന്നു ഈ ഹാഡ്രക് എന്ന് പറയുന്നതായ സ്ഥലം. അവർ പിടിച്ചടക്കി ഹാഡ്രക്കിനെ അവർ വലിയ ഡിഫൻസീവ് സെന്റർ ആക്കി മാറ്റി. മേദ്യപാർശ്വയിലെ ഏറ്റവും വലിയ ശക്തിയുള്ളതായ പടയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെപ്പണറീസ് ഈ ഹാഡ്രക്കിൽ ഉണ്ടായിരുന്നു. വലിയ കോട്ടകൾ അതിനെ ചുറ്റുമുണ്ടായിരുന്നു. അങ്ങനെ ഹാഡ്രാക്കിനെ അവരുടെ വലിയ ഡിഫൻസീവ് സെന്റർ ആക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ആ ഡിഫൻസീവ് സെന്ററിന് ചുറ്റുമുള്ളതായ ഹമാത്തെ, ഹല്ലേലൂയ, ഡെമേശക്ക് അഥവാ സിറിയയുടെ ഇപ്പോഴത്തെ തലസ്ഥാനമാകുന്ന ഡെമസ്കോസ്, ഇത് ഹല്ലേലൂയ ചുറ്റുമുള്ള സ്ഥലമാണ്. ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ളതായ ആഫ്രിക്ക, ഹല്ലേലൂയ, അതുപോലെ തന്നെ ഏഷ്യ, ഈ സ്ഥലങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, ചുറ്റുമുള്ളതായ ഈ സ്ഥലങ്ങളെ, യൂറോപ്പിന്റെ ഈവൻ ആദ്യ ഭാഗങ്ങൾ വരെയും കൺട്രോളിംഗ് സെന്റർ ആയിരുന്നു ഹാദ്രക് എന്ന് പറയുന്നത്. ഈ ഹാദ്രക് എന്നുള്ളതായ ഇവരുടെ ഡിഫൻസീവ് സെന്റർ തോപ്പിക്കാത്തിടത്തോളം കാലം ഹല്ലേലൂയ മേദ്യപാർശ്വ സാമ്രാജ്യം തകരത്തില്ല. മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ തകർച്ച ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഹാദ്രക്ക് ആദ്യം ഇല്ലാതായിത്തീരണം. ഒരു രാജ്യത്തെ നശിപ്പിക്കേണ്ടത് അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ ഏറ്റവും വലിയ ഡിഫൻസീവ് സെന്ററിനെ സ്മാഷ് ആക്കി കഴിയുമ്പോൾ ആ രാജ്യത്തെ കീഴടക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഹാദ്രക്കിനെ കീഴടക്കി അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മേദ്യപാർശ്വ സാമ്രാജ്യത്തെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം വേറൊരു രാജ്യത്തിന് ഇടയായിത്തീരും. ഇപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്റെ ജനത്തിന്റെ കാര്യം എന്താണ്? മേദ്യപാർശ്വ സാമ്രാജ്യവുമായിട്ട് വളരെ സ്നേഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അവർ ഭരിക്കാൻ വന്നതായ സന്ദർഭത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളെ സ്വതന്ത്രരാക്കി യെരുശലേമിലേക്ക് വിട്ടു. ആലയം പണിയുവാൻ തക്കവണ്ണം അവരെ ഞങ്ങൾക്ക് അനുവാദം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഈ മേദ്യപാർശ്വ സാമ്രാജ്യത്തിന് എന്തു സംഭവിക്കും, എന്റെ ജനത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യെരുശലേമിനെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാകുന്ന ഫൊയ്നീഷ്യ മീൻസ് ഇസ് വെരി ക്ലോസ് ടു പാലസ്റ്റൈൻ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഉള്ളതായ ഹാദ്രക് എന്ന അവിടുത്തെ ഡിഫൻസീവ് സെന്റർ ഒക്കെ അന്നത്തെ സെക്കറിയ പ്രവാചകന് നല്ലവണ്ണം അറിയാം. ഈ ഡിഫൻസീവ് സെന്റർ ഒക്കെ കണ്ടോട്ടെ ഹല്ലേലൂയ എന്തായി തീരുമെന്നുള്ളതായ ചിന്ത ഈ പ്രവാചകൻ ഉണ്ടാകുകയും, പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമതായി പ്രവാചകനെ 9 ജാതീയ ചുറ്റുമുള്ളതായ പ്രവാചകൻ പാർക്കുന്ന പലസ്തീൻ നാടിന് ചുറ്റുമുള്ള 9 ജാതീയ പട്ടണങ്ങളുടെ വീഴ്ചയാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്ന ആ വീഴ്ചയിൽ ഒന്നാമതായി ഹാദ്രക്കിന്റെ വീഴ്ചയാണ് പറയുന്നത്. ഹാദ്രക്ക് നശിക്കുവാൻ പോകുകയാണ്. മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം, അല്ലെങ്കിൽ തലസ്ഥാനമല്ല, അതിന്റെ ഡിഫൻസീവ് സെന്റർ നശിക്കുവാൻ പോകുകയാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഷാർപ്പ് ആൻഡ് സോഫ്റ്റ്, അയഞ്ഞതും മൂർച്ചയുള്ളതും അയഞ്ഞതും എന്നുള്ളത് മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു രീതിയാണ്, ഭരണരീതിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ 11 രാജാക്കന്മാരിൽ അവർ ചിലർ മൂർച്ചയുള്ളവരും ചിലർ അയഞ്ഞവരുമായിരുന്നു. ചില സന്ദർഭത്തിൽ മൂർച്ചയുള്ള തീരുമാനങ്ങൾ, ഷാർപ്പായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ചില സന്ദർഭത്തിൽ അയഞ്ഞ തീരുമാനങ്ങൾ എടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയുള്ളതായ മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ ഭരണ സമ്പ്രദായമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നും നാം പാർക്കുന്നതായ ഈ കാലത്തും നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. റഷ്യ നാം പാർക്കുന്ന ഈ കാലത്ത് തന്നെ ഏതാണ്ട് 10-20 കൊല്ലത്തിന് മുമ്പേ, ഹല്ലേലൂയ, സ്തോത്രം, റഷ്യ ഈ മിഡിൽ ഈസ്റ്റിലുള്ളതായ പല സ്ഥലങ്ങളും ഈവൻ അഫ്ഗാനിസ്ഥാൻ വരെ വന്ന് പിടിച്ചടക്കിയത്
അവരുടെ അധീനതയിലായിരുന്നത് നാം ഒരു പക്ഷേ 10-20 കൊല്ലത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈയിടെയാണ് ഒരു 5-10 കൊല്ലമേ ആയുള്ളൂ റഷ്യ അതൊക്കെ റിലീസാക്കി വിട്ടിട്ട്. ഹല്ലേലൂയ സ്തോത്രം. അവർ പിടിച്ചടക്കുകയായിരുന്നു. കാർട്ടർ ഭരിച്ച കാലമായിരുന്നു. കാർട്ടർ ഭരിച്ച കാലത്ത് അമേരിക്ക വാസ് ലിറ്റിൽ വീക്ക്. ഹല്ലേലൂയ സ്തോത്രം. ആ സന്ദർഭത്തിൽ റഷ്യ പോയി ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. റഷ്യയുടെ അന്നത്തെ ഭരണ രീതിയും ദ കോൾഡ് വാർ ഉള്ളതായ ചില ബുക്കുകൾ നിങ്ങൾ വായിക്കാമെങ്കിൽ, അന്നത്തെ കോൾഡ് വാർ എറായാണെന്ന് അത് വായിക്കുമ്പോൾ അതിനകത്തുള്ളതായ അവരുടെ ചിലതായ സ്ട്രാറ്റജിയിലെ ഒരു സ്ട്രാറ്റജി എഴുതിയിരിക്കുന്നത് 2 സ്റ്റെപ്പ് ഫോർവേഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്. ഇങ്ങനെയാണ് റഷ്യ പോയത്. ഹല്ലേലൂയ സ്തോത്രം. മുമ്പോട്ട് പോയിട്ട് 2 സ്റ്റെപ്പ് മുമ്പോട്ട് പോയിട്ടുള്ളതെല്ലാം അങ്ങ് പിടിച്ചടക്കി കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും, യൂറോപ്പ് ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും, നിങ്ങളുടെ രാജ്യമല്ല, നിങ്ങൾ വിട്ടുപോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് ആകും. അപ്പോഴും 1 സ്റ്റെപ്പ് അവരുടെ കയ്യിലാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും കുറെ കഴിയുന്ന ഉടനെ 2 സ്റ്റെപ്പ് ഫോർവേഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്. ദാറ്റ് വാസ് ദെയർ സ്ട്രാറ്റജി. കോൾഡ് വാറിൽ ഉണ്ടായിരുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ ചില വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഞാൻ കാണുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അവരുടെ സ്ട്രാറ്റജിയിൽ ഒന്നായിരുന്നു മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ സ്ട്രാറ്റജിയിൽ ഷാർപ്പ് ആൻഡ് സോഫ്റ്റ്. ഹല്ലേലൂയ. ഈ സ്ട്രാറ്റജി നമുക്ക് അവരുടെ ഭരണത്തിൽ പല തലത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുകയാണ് എങ്കിൽ നമുക്ക് ഈ അധ്യായം ഒന്നും തീർക്കുവാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഹാദ്രക് എന്നുള്ളതായ ആ പേരിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ഞാൻ അതിന്റെ നാശം ഞാൻ പറയാം. അതിനു മുമ്പേ ഹല്ലേലൂയ ദമ്മേശക്ക് നമുക്കറിയാവുന്ന 1-ാം അധ്യായത്തില് I don't have to explain you where is Damascus. ഡമസ്കോസ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സിറിയയുടെ ഇപ്പോഴത്തെ തലസ്ഥാനമാണ്. ഇപ്പോൾ ഒത്തിരി സിവിൽ വാറും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 2-ാം വാക്യത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ഹമാത്തിലെ രാജാവായിരുന്നു സ്രക്കാണ് പോയി പിടിച്ചെടുത്തത്. ഹല്ലേലൂയ. ഹമാത്ത് നിങ്ങളെ ഇപ്പോൾ ന്യൂസ് വായിക്കുകയോ ഇപ്പോഴുള്ള പ്രസന്റ് സിറ്റുവേഷൻ സിറിയയിൽ നടക്കുന്നത് ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഹമാത്തിനെ പറ്റി നിങ്ങൾക്ക് ഒത്തിരി കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. വെസ്റ്റ് സെൻട്രൽ സിറിയയിൽ ഉള്ളതായ ഒരു പട്ടണമാണ് ഹമാത്ത്. ഹല്ലേലൂയ സ്തോത്രം. 213 കിലോമീറ്റർ ഡമസ്കോസിൽ നിന്നും ഹല്ലേലൂയ നോർത്തിലോട്ട് വടക്കോട്ട് പോകുമ്പോൾ കാണുന്ന പട്ടണമാണ് ഹമാത്ത് എന്ന് പറഞ്ഞ പട്ടണം. ഹല്ലേലൂയ സിറിയയുടെ 4ാമത്തെ പ്രധാന പട്ടണമാണ് ഹമാത്ത് എന്ന് പറയുന്ന പട്ടണം. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ ഈ ഇതിന്റെ ചരിത്രപരമായിട്ടും ജിയോളജിക്കലായിട്ടും പറയുന്നത് അറിവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ ഒരു ചെറിയ ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതൊക്കെ വിവരിക്കുന്നതിന്റെ അർത്ഥം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ ചരിത്രപരമായി അക്ഷരികമായി നമുക്ക് തെളിയിച്ചു കൊടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കെട്ടുകഥകളല്ല എന്ന് തെളിയിക്കുകയാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ സ്തോത്രം. അല്ല ദേശങ്ങളെ പറ്റി കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി മറ്റു പല മീഡിയാസ് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. മൈ ഡിസയർ ഈസ് ദാറ്റ് ഹല്ലേലൂയ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്, അക്ഷരം പ്രതി നിറവേറിയതാണ്, അത് ചരിത്രത്തിലുണ്ട്, ഇന്നും നമുക്ക് വീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ പിമ്പിലുള്ളതായ പരമപ്രധാനമായ രഹസ്യം. ആകയാൽ നാം പഠിക്കുന്നത് വിശ്വസനീയമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. 1981-82 വർഷങ്ങളിൽ നാം പാർക്കുന്ന ഈ കാലത്തിന് 10-25 കൊല്ലത്തിനു മുമ്പേ ഹല്ലേലൂയ 25,000 പേരെ ഹല്ലേലൂയ സിറിയൻ മിലിറ്ററി കയറി കൊന്നത് ഹമാത്ത് മാസ്കർ എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത് തന്നെ. 25,000 പേരെയാണ് സിറിയൻ ആർമി കൊന്നത്. ഹമാത്തിലാണ് കൊന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം കാണുന്നതായ സിറിയൻ ആർമിയോടെ ഒപ്പോസ് ചെയ്യുന്നതായ ആന്റി ബാത്ത് ഓപ്പോസിഷൻ
അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നതാണ് ഈ ആന്റി ബാത്ത് ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. ബാത്ത് പാർട്ടി, ഹല്ലേലൂയ, മുസ്ലിമിലെ ഒരു വലിയ പാർട്ടിയാണ് ആന്റി ബാത്ത് പാർട്ടി. വേറൊരു പാർട്ടിയാണ് ആന്റി ബാത്ത് പാർട്ടിയാണ് ദ മുസ്ലിം ബ്രദർഹുഡ്. ഇന്ന് നാം ഈജിപ്തിലും മറ്റുമൊക്കെയും കാണുന്നതായ ആ വലിയ ആ ശക്തി, മുസ്ലിം ശക്തി, ഹല്ലേലൂയ, സ്തോത്രം. അവരെ, ഹല്ലേലൂയ, സ്തോത്രം, അവരുമായിട്ടാണ് ഇന്നത്തെ സിറിയയുടേതായിട്ടുള്ള ഫൈറ്റിങ് നമുക്ക് കാണും. മിലിറ്ററി ഫൈറ്റിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാത്താണ് അവരുടെ സെന്റർ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഹമാത്തിനെ പറ്റി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. ഹമാത്തിലെ സെർക്ക് രാജാവായിരുന്നു, അഥവാ സിറിയയിലെ ഹമാത്തിലെ സെർക്ക് രാജാവായിരുന്നു ഹാദ്രക്ക് പിടിച്ചടത്തി ഹമാക്കിന്റെയും സെക്കിന്റെയും പേരുകൂടി ഹാദ്രക്ക് എന്നിട്ടത് നാം ചിന്തിച്ചു. ഇപ്പോൾ ഈ മൂന്ന് സിറ്റികളെ പറ്റി നമുക്ക് അറിവ് കിട്ടി. ഹാദ്രക്ക് എവിടെയാണ്, ദമ്മേശക്ക് എവിടെയാണ്, ഹമാത്ത് എവിടെയാണ്, ഈ മൂന്നും നമുക്ക് അറിവ് കിട്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ഇതിന്റെ നാശമാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന് വിരോധമായിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രവാചകൻ പ്രവചിച്ചതിന്റെ ഏതാണ്ട് 160-170 വർഷം ആയപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മൈറ്റി ആർമിയുമായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ചീറി പാഞ്ഞു വരുന്നതായ ഒരു പുലിയെ പോലെ, പുലി ആയിട്ടാണ് ദൈവവചനത്തിൽ ഗ്രീക്ക് സാമ്രാജ്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിലം തൊടാതെ വരുന്നതായ കോലാട്ടുകൊറ്റൻ എന്നാണ് 8-ാം അധ്യായത്തിൽ നമുക്ക് ഗ്രീക്ക് സാമ്രാജ്യത്തെ പറ്റി സ്പീഡിനെയാണ് കാണിക്കുന്നത്. അല്ലെ, അങ്ങനെ സ്പീഡിൽ ഇങ്ങോട്ട് വന്ന് തന്റെ മുഴുവൻ ശക്തി കൊണ്ടും തന്റെ ആക്രമണ അതായിട്ടുള്ളതായ ടെക്നിക്സ് കൊണ്ടും മേദ്യപാർശ്യ സാമ്രാജ്യത്തിന്റെ ഡിഫെൻസീവ് പവർ ആയിരുന്ന ഹാദ്രാക്കിനെ പൂർണ്ണമായി നശിപ്പിച്ചു. അതാണ് ഈ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. BC 331 അലക്സാണ്ടറിനാൽ ഇത് നിറവേറി ഇപ്പോൾ ചരിത്രത്തിലായിരിക്കുന്നു. ഇത് നിറവേറുന്നതിന് ഏതാണ്ട് 160-170 വർഷങ്ങൾക്ക് മുമ്പേ, ഏതാണ്ട് BC 490-480 പ്രവാചകനായ സെക്കരിയാവ് ഇത് പ്രവചിച്ചു. താൻ എങ്ങനെ പ്രവചിച്ചുവോ, ഏതൊരു പട്ടണത്തിലേക്കാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഗ്രീക്ക് സാമ്രാജ്യം വരുന്നത് എന്ന് പ്രവചിച്ചുവോ ആ പട്ടണത്തിലേക്ക്, ഹാദ്രാക്ക് ദേശത്തേക്ക് തന്നെ ഇവർ കടന്നു വരികയും ഹാദ്രാക്കിനെ പിടിച്ചതോടുകൂടെ, ഹല്ലേലൂയ, ദമ്മേശേക്കും ഹല്ലേലൂയ ഹമാത്തും പെട്ടെന്ന് അലക്സാണ്ടറിന്റെ കീഴിലാക്കപ്പെട്ടു. ഈ 3 ഹാദ്രാക്ക് പിടിച്ചടക്കുവാനായിരുന്നു പ്രയാസം. ഡിഫെൻസീവ് പവറായ ഹാദ്രാക്ക് പിടിച്ചടക്കി അതിനകത്തെ അലക്സാണ്ടറിന്റെ സൈന്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് തൊട്ടടുത്തുള്ളതായ ദമസ്കോസും അതിന് തൊട്ടടുത്തുള്ളതായ ഹമാത്തും അലക്സാണ്ടർ നിഷ്പ്രയാസം പിടിച്ചടക്കി. അതാണ് 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ തൊടും. അതെപ്പോഴാണ് നമ്മളത് പഠിക്കുവാൻ പോകുന്നത്? 8-ാം വാക്യം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നാം പഠിക്കും. യഹോവ മനുഷ്യരിലും ഇസ്രയേലിലെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വെക്കുന്നു. അത് തെറ്റാണ്, അത് ഭാഷാന്തരം ശരിയല്ല. ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ നാം ഇന്നലെ ചിന്തിച്ചു, ഹല്ലേലൂയ, സ്തോത്രം, സകല മനുഷ്യരുടെയും സകല ഗോത്രങ്ങളുടെയും ദൃഷ്ടി യഹോവയിങ്കലേക്കാകുന്നു എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ഭാഷാന്തരം. യഹോവ സകല മനുഷ്യരിലും ദൃഷ്ടി വെക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. അത് ദൈവവചനമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ ഒക്കെയും നോക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹല്ലേലൂയ സകല ഗോത്രങ്ങളും സകല ഭാഷക്കാരും, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളും ഇപ്പോൾ യഹോവയിങ്കലേക്ക് ദൃഷ്ടി വെക്കുകയാണ്. അതിന്റെ കാരണം പൂർണ്ണമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ വേണേ പറയാം, എന്നാൽ 8-ാം അധ്യായം വരുമ്പോൾ അത് യഥാർത്ഥമായി നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ 2-ാം ഭാഗം 8-ാം വാക്യം വരുമ്പോൾ നാം ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിടുകയാണ്.
ഇപ്പോൾ പറയുന്നതിനെ തെറ്റില്ല. അങ്ങനെ ഈ ഹാദ്രക്ക്, ഹല്ലേലൂയ സ്തോത്രം, ദമ്മേശക്ക് അഥവാ ഡെമസ്കോസ്, ഹമാത്ത്, ഈ 3 സ്ഥലങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കി ഓടുകൂടെ മേദ്യപാർസ്യ സാമ്രാജ്യം തകർന്നു പോയി. അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയതായ 2 സ്ഥലങ്ങളാണ് സോറും സീദോനും. ഹല്ലേലൂയ സ്തോത്രം. അത് 2, 3, 4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനിവിടെ വായിക്കട്ടെ. അതിനോട് തൊട്ടടുത്തിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? ഹാദ്രാക്കിന് എങ്ങനെ ഒരു നാശം വന്നുവോ അതുപോലെ ദമ്മേശക്കിനും ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനും ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. 3-ാം വാക്യം, സോർ തനിക്ക് ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും വീതിയിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ 4-ാം വാക്യം, എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും, അവൾ തീക്ക് ഇരയായി തീരുകയും ചെയ്യും. അപ്പോൾ സോറും സീദോനും കൂടെ ടയർ ആൻഡ് സീഡോൺ എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. സീദോന്യ സ്ത്രീയായ ദുഷ്ട സ്ത്രീയായ ഇസബേലിനെ നമുക്കറിയാം. ആഹാബ് രാജാവിന്റെ ഭാര്യ സീദോന്യ സ്ത്രീ ആയിരുന്നു, നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഏലിയ പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം കാക്കയുടെ വരവ് നിന്നപ്പോൾ കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം സീദോന്യയിലുള്ളതായ ഒരു വിധവയുടെ അടുക്കലേക്ക് പോയി അവിടെയാണ് താമസിച്ചത്. ആ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ഏലിയാവ് ആ വിധവയുടെ മകനെ ഉയർത്തിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സോരിനെ പറ്റിയും സീദോനെ പറ്റിയും ഒത്തിരി അറിവുകൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ജാതികൾ തിങ്ങിപ്പാർത്ത സ്ഥലമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവ് പോയതും ഒരു ജാതീയ സ്ത്രീയുടെ അടുത്തായിരിക്കണം. യഹോവയെ പറ്റി അവർക്ക് അറിവുണ്ടായിരിക്കണം. എങ്ങനെ അറിയാം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ടീച്ചിങ്ങിൽ നിന്ന് നമുക്ക് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നേ. ഹല്ലേലൂയ നയമാൻ എന്ന് പറയുന്ന ഒരു സിറിയക്കാരൻ അഥവാ സിറിയയിലുള്ളതായ ഒരു ജാതിക്ക് മാത്രമേ സൗഖ്യം വന്നുള്ളൂ. യെരുശലേമിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് ഏലിശയുടെ കാലത്തെ പറ്റി പറയുന്നത്. ഏലിയാവിന്റെ കാലത്തെ പറ്റി പറയുന്നത് യെരുശലേമിൽ അനേക വിധവമാരുണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ സ്തോത്രം സിറിയയിൽ സീദോനിലുള്ളതായ ഒരു വിധവയുടെ അടുക്കലേക്കാണ് ഏലിയാവിനെ അയച്ചത്. 2 ജാതികളെയാണ് അവിടെ പറയുന്നത്. സീദോന്യ സ്ത്രീയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം ഇസ്രയേൽ മക്കളെ തള്ളി ദൈവം ജാതികളിലേക്ക് പോയി. അതിന് പ്രാവചനികമായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. ഞാനിവിടെ പറയുവാനുള്ള കാരണം ഏലിയാവ് പോയത് pretty much a Gentile woman ആയിരിക്കണം എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രമേ ഞാൻ സീദോൻ എന്ന സ്ഥലത്തിനെ പറ്റി ഒരു അറിവ് നമുക്ക് ലഭിക്കേണ്ടതിനു വേണ്ടിയാണ് ഞാൻ ആ കാര്യം ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ സോർ സീദോനെ പറ്റി ഹല്ലേലൂയ സ്തോത്രം ഇനിയും ഇന്ന് എനിക്ക് പറയുവാൻ സമയമില്ല. മണി 10 ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനെപ്പറ്റി അടുത്ത ആഴ്ചയിലെ സോർ സീദോൻ അതുപോലെ തന്നെ 5 മുതലുള്ളതായ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 4 ഫലസ്തീയ രാജ്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആലയത്തിന്റെ പ്രൊട്ടക്ഷൻ ആ ഭാഗം വരെയൊക്കെ നമുക്ക് ചിന്തിക്കുവാനും ഒക്കുമെങ്കിൽ 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം ഇൻഫാക്ട് ഹോപ്പ്ഫുള്ളി ഹല്ലേലൂയ 9-ാം വാക്യം വരെ കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം പെട്ടെന്ന് ഈ 9-ാം അധ്യായം തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരും. ഹോപ്പ്ഫുള്ളി by next week, by next Tuesday and next Wednesday, hallelujah, we can finish the 9th chapter. Hallelujah, 9-ാം അധ്യായം
ഫിനിഷ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇനി നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ബാക്ക്ഗ്രൗണ്ട് പഠിക്കാതെ ഈ 9-ാം അധ്യായം പഠിക്കുവാൻ പ്രയാസമാണ്. അതിലെ പ്രാവചനിക കാര്യങ്ങൾ ചിന്തിക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കുവാനും ഒക്കെ നാം ഇന്നലെ സമയമെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകുവാൻ അടുത്ത ആഴ്ച ഇടയായിത്തീരും. കർത്താവെ അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ചിന്തിച്ചതായ വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദം കൊടുക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ ഹല്ലേലൂയ സ്തോത്രം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഹല്ലേലൂയ, നോഹയുടെ കാലത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് മുഖാന്തരം യഹോവയായ ദൈവം അനുദപിച്ചു, ദുഃഖിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഞാൻ ഇന്ന മകനെ ഇന്ന മകളെ സൃഷ്ടിച്ചതുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ടായി എന്ന് നമ്മളെപ്പറ്റി നമ്മുടെ കർത്താവിന് ഒരിക്കലും പറയുവാനിടയാകരുത്. പ്രത്യുത എന്നെ സേവിക്കുന്ന മകൻ, എന്നെ ആരാധിക്കുന്ന മകൾ, എന്നെ വിശ്വസിക്കുന്ന മകൻ, ഹല്ലേലൂയ എന്നൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹബക്കൂബിന്റെ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യഹൂദന്മാരെല്ലാം ദൈവത്തിൽ നിന്ന് പിന്മാറിയതായ സന്ദർഭത്തിൽ ദൈവത്തിന് അത് വളരെ ദുഃഖമായിട്ടാണ് പറയുന്നത്. എന്നാൽ അതിന്റെ ഇടയിൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഹബക്കൂബിന്റെ പ്രവചനത്തിൽ ഭക്തന്മാരെ പറ്റി പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ജനതയുടെ നടുവിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ഹബക്കൂബ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ലോകം മുഴുവൻ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയാലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നോഹയ്ക്കും തന്റെ കുടുംബത്തിനും ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സകലരും പാപത്തിൽ ജീവിക്കുമ്പോഴും ഹല്ലേലൂയ പാപത്തെ വെറുത്ത് ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ഞാൻ ദയവായി ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അയഞ്ഞതും മൂർച്ചയുള്ളതുമായ ഹാദ്രാക്കിനെ പോലെ നാം ആകരുതേ. ഹല്ലേലൂയ, സ്തോത്രം. നാം എപ്പോഴും ദൈവത്തിന് വേണ്ടി എരിവുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ ഒരയവും നമുക്കുണ്ടായിരിക്കരുതേ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ നമുക്ക് അയവുണ്ടായിരിക്കണം. എന്നാൽ അതേ സന്ദർഭത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിലും നമുക്ക് ശുഷ്കാന്തി ഉണ്ടായിരിക്കണം. പിന്നീട് ദമ്മേശക്ക്, ഹാദ്രക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഹമാത്ത്, ഇതൊക്കെ നശിക്കുന്നത് ഇപ്പോൾ നാം ഈ 3 പട്ടണത്തെ പറ്റി ചിന്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും അവിടെയൊക്കെ രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലത്തും രക്തപ്പുഴയായി ഈ 3 സ്ഥലങ്ങളും മാറിയിരിക്കുകയാണ്. മനുഷ്യൻ എത്ര ഡിഫൻസ് ഉണ്ടാക്കിയാലും ഹല്ലേലൂയ, സ്തോത്രം, അതിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ അവർക്ക് തടഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല എന്ന് ഈ സത്യം വിളിച്ചറിയിക്കുന്നു. മനുഷ്യന്റെ ഡിഫൻസിനോ മനുഷ്യന്റെ ശക്തിക്കോ മനുഷ്യന്റെ തത്വങ്ങൾക്കോ മനുഷ്യന്റെ ധനത്തിനോ ഒന്നും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ഒരു മനുഷ്യൻ ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ഒരു സംഗതിയേ ഉള്ളൂ, ഒരൊറ്റ ഒരു വ്യക്തിയിൽ കൂടെ ഒക്കത്തുള്ളൂ. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ക്രിസ്തുവേശുവിൽ കൂടി മാത്രമേ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ വലിയ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ അരുളപ്പാടുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായിരിക്കണം. അങ്ങനെ സെക്കറിയ പ്രവാചകൻ കാത്തിരുന്നു. ജീവിതത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ ശുശ്രൂഷ തന്റെ വാർദ്ധക്യത്തിലും നിറപടിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവസാനമാകുമ്പോൾ ഈ ഇത്രയധികം ശ്രേഷ്ഠമേറിയ ദൂതുകൾ നൽകിയ സെക്കറിയ പ്രവാചകൻ രക്തസാക്ഷിയായി തീർന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും.
അത് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ചിന്തിക്കുന്നതായിരിക്കും. നോക്കുക, ഹല്ലേലൂയ, പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ആരെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ മുഖാന്തരം എന്റെ കർത്താവിന്റെ നാമം ദുഃഖിക്കുകയില്ല, എന്റെ കർത്താവിന് ഞാൻ ഒരു മഹത്വമായി മാറുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ മുഖാന്തരം കർത്താവിന്റെ നാമം ഉയർത്തപ്പെടണം, ദൈവിക അരുളപ്പാട് പ്രാപിപ്പാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശുഷ്കാന്തിയോടുകൂടെ ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആരെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കും? നമ്മുടെ ദൃഷ്ടിയൊക്കെ കർത്താവിങ്കിലേക്കായിരിക്കട്ടെ. സമർപ്പിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഒരു മഹത്വമായിരിക്കാൻ എന്നെയും എന്റെ കുടുംബത്തെയും ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അടിയന്റെ കുടുംബത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വത്തിനായി കർത്താവിനെ എപ്പോഴും സ്തുതി സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ ദൈവമേ കൃപ തരണമേ. കർത്താവിനെ ദുഃഖിപ്പിക്കുവാനോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനോ ഒരിക്കലും ഇടവരല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവദാസനോട് അപേക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെട്ടതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. ലോകവും അതിന്റെ മഹിമയും ദൈവിക ന്യായവിധിയിൽ കൂടെ തകർന്നു പോകുമ്പോൾ അവിടുത്തെ ഓമന പുത്രനിൽ കൂടെ ന്യായവിധിയിൽ നിന്ന് ഒഴിയപ്പെട്ടവരായി ക്രിസ്തുയേശുവിൽ അവിടുത്തെ മക്കളും അവകാശികളുമായി തീരുവാൻ ഒരു വലിയ തിരഞ്ഞെടുപ്പ് അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരും അവിടുത്തെ നാമത്തിന് മഹത്വം കരയറ്റുന്നവരുമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവസന്നിധിയിൽ കാത്തിരുന്നേ സ്വർഗീയമായ അരുളപ്പാടുകളെ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം ഞങ്ങൾക്ക് ഹല്ലേലൂയ വിശകലനം ചെയ്ത് തരുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നേ വചനം പഠിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാവരുടെ മേലും ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായും പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവിടുത്തെ നന്മ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്തെങ്കിലും വിഷയത്തിൽ ഭാരത്തോടുകൂടെ ആരെങ്കിലും ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവരെ സഹായിക്കുകയും അവരുടെ അവസ്ഥ അറിഞ്ഞ് അവരെ വിടുവിക്കുകയും അവിടുത്തെ നാമം മഹത്വപ്പെടുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിനായി ഹല്ലേലൂയ സ്തോത്രം. വിവിധ പട്ടണങ്ങളിൽ ഇരുന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി, അതത് പട്ടണങ്ങൾക്കായി, സർവ്വഭൂമിയിലുള്ള വിശുദ്ധന്മാർക്കായി അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കരത്തിലെടുത്ത് ഉപയോഗിക്കണമേ. ഈ വരും ദിവസങ്ങളിലെ പ്രഭാതങ്ങളിലുള്ളതായ പ്രാർത്ഥനകളിലെ ഹല്ലേലൂയ സ്തോത്രം, തേസ്റ്റയിലുള്ളതായ ഇന്റർസീഡിംഗ് പ്രയറിലെ, ബൈബിൾ ക്ലാസ്സുകളിലെ, ഹിന്ദി മിഷനിലെ ഒക്കെയും കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഈ ഓക്ലഹോമ പ്രയറിൽ കൂടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ ലീഡർഷിപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. സാജനായ ബിജിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഏഴയെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വരയണമേ. താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
കർത്താവിന്റെ സനയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിപ്പാൻ തക്കണം നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. എന്നെ ഞാൻ ദൈവസനയിൽ ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസനെയും തന്റെ സൂക്ഷിയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച വീണ്ടും ദൈവസനയിൽ വചനം കേൾക്കുവാൻ നമുക്ക് ഒരുമിച്ച് കടന്നു വരാൻ സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 6 വരെ നടക്കുന്നതായ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വരാൻ മറ്റുള്ളവരെ അതിനേക്ക് ഉത്സാഹിപ്പിക്കാൻ തക്കവണ്ണം സഹായിക്കട്ടെ. അതുപോലെ തന്നെ നാളെ വൈകിട്ട് 8:30 മുതൽ 9 വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായുള്ള പ്രത്യേക ഇംഗ്ലീഷ് സെഷനും അതിനുശേഷം 9 മുതൽ മിഡ്നൈറ്റ് വരെ മധ്യസ്ഥ പ്രാർത്ഥനയും വചനസൂക്ഷിയും സാക്ഷ്യമൊക്കെയും കേൾക്കുവാനുള്ള അവകാശമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥനയോടെ അതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. എന്തൊരു സ്നേഹമിത്, നിന്നും ചൊരിഞ്ഞു മരിച്ചിടുവാൻ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ. ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ. അത്ഭുത സ്നേഹമിത്, നമുക്കാഗ്രഹിക്കാവതിലും അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ. അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ.
ദിവ്യമാം സ്നേഹമിത്